ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പം നല്ല ചൂട് സമയമാണ്. അപ്പോൾ ചൂട് സമയത്ത് നല്ല കൂളാക്കാനുള്ള നല്ല സ്പെഷ്യൽ ലൈം ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടുപ്പത്തേക്ക് ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയിട്ട് സ്പെഷ്യൽ ലൈം ജ്യൂസൊക്കെ വാങ്ങി കുടിക്കുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക കളറും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ലിറ്ററോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. കാരണം ഇത് പിന്നീട് വറ്റി കുറുകി വരേണ്ടതാണ്, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഒരുപാട് വെറൈറ്റി ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയേക്കണം. പ്രത്യേകിച്ച് ചൂട് സമയത്തിൻ്റെ പേരിൽ നമ്മളിങ്ങനെ നാരങ്ങ വെള്ളം ഇങ്ങനെ ഒന്ന് സ്പെഷ്യലായിട്ട് കുടിക്കാം എന്നായിരിക്കും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് ഒരുപാട് നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് പിണ്ട് കമൻ്റായിട്ടും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്ലേലിസ്റ്റ് എല്ലാം തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. നമ്മളെ വെച്ച് കൊടുത്ത വെള്ളം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ അത്യാവശ്യം വലിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു 2 ഇഞ്ച് വലിപ്പത്തിനുള്ള ഇഞ്ചിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ നാരങ്ങ വെള്ളത്തിനുള്ള സിറപ്പല്ല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഗ്ലാസ് നാരങ്ങ വെള്ളം നമുക്ക് ഈ ഒരു സിറപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഏലക്കയും കൂടി. ഞാനിപ്പോൾ ഒരു 3 ഏലക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലിയൊരു ഏലക്കയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള തോട് നമുക്ക് ആവശ്യമില്ല. ഏലക്കയുടെ കുരു മാത്രം മതിയാവും. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ആ ഇഞ്ചിയുടെ ചെറിയൊരു എരിവും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ നാരങ്ങ വെള്ളം കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് മുന്തിരി കൂടി. അപ്പോൾ കുരു ഇല്ലാത്ത മുന്തിരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഒരളവിൽ ഇതൊരു 100 ഗ്രാമേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് മുന്തിരി എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ കുരുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏത് മുന്തിരിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമുക്ക് മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്തിരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ കളറുള്ള മുന്തിരി വേണം നമ്മൾ എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ നാരങ്ങ വെള്ളത്തിന് ആ ഒരു കളറ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 1/2 കപ്പ് അളവിൽ മാത്രമേ പഞ്ചസാര ഉണ്ടാവുള്ളൂ. അത്രയും പഞ്ചസാര നമുക്ക് തികയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ലൈം ജ്യൂസിന് വളരെ കുറച്ച് മാത്രം മധുരം മതിയെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ചേർത്തിട്ട് നമുക്കിങ്ങനെ തന്നെ പിന്നീട് പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അതൊരു ഗ്രേപ്പ് ജ്യൂസായിട്ട് മാറും. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഗ്രേപ്പ് ജ്യൂസാക്കി മാറ്റാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ഗ്ലാസ്സോളം ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാവും നമുക്ക്. അതായത് ഇതിലേക്ക് ബാക്കി വരുന്ന വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊരു പകുതിയോളം അളവിലൊന്ന് വറ്റി വരണം. അപ്പോൾ നമുക്കിതിങ്ങനെ നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം എന്ന് പറയുമ്പോൾ ചടപടേന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതുപോലെ ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി ഒന്ന് ഫ്രിഡ്ജിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1-2 ആഴ്ച വരെയും പെട്ടെന്ന് ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വീട്ടിലാരെങ്കിലും വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കളർഫുള്ളായിട്ടൊരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ജ്യൂസിന്. ഇങ്ങനെ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത വെള്ളത്തിൽ നിന്നും ഇതുപോലെ പകുതിയോളം വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലാക്കിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മുന്തിരിയൊക്കെ നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇഞ്ചിയും ഏലക്കയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു സിറപ്പ് നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ എന്നാൽ ശരി, ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്.
നമ്മുടെ ഈ സിറപ്പെല്ലാം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ഇതുപോലെ തരിയൊക്കെ ഉണ്ടാവും. ആ തരിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. അധികം ഇഴയില്ലാത്ത ഒരു അരിപ്പയിലൂടെ വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു അരിപ്പയാണ്. അപ്പോൾ ഈ അരിപ്പയിലൂടെ നമ്മൾ അരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് അധികം തരിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ തെളിഞ്ഞ വെള്ളം പോലെ ആയിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ സിറപ്പെല്ലാം കറക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം 2 ആഴ്ച വരെ നമുക്ക് ലൈം ജ്യൂസ് എപ്പോഴൊക്കെ വേണോ അപ്പോഴെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ സിറപ്പ് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നതും കൂടി പെട്ടെന്നൊന്ന് നോക്കാം. നല്ലതുപോലെ ഇത്രയും കളറായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ശരി, ഞാനിതൊരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റിയാണ്. ഇതുപോലെ ഒരു 2 ബോട്ടിൽ സിറപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 2 സെർവിങ് ഗ്ലാസ് ഒന്ന് എടുത്ത് വെക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഐസ് ക്യൂബ്സ് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ലൈം ജ്യൂസും കൂടിയാണ്. അത്യാവശ്യം വലിയൊരു നാരങ്ങയിൽ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ വേണ്ടി എത്രത്തോളം നാരങ്ങ എടുക്കുമോ അതുപോലെ തന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതിപ്പം മധുരം കുറവായിരിക്കും. അതിൻ്റെ പേരിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഒരല്പം മാത്രം പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം സിറപ്പ് വേണമോ അതിനനുസരിച്ചിട്ട് കുറച്ച് സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സിറപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഐസ് വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ വാട്ടറോ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളവും ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിന് മുകളിലേക്ക് ഒരല്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ടെങ്കിൽ പിന്നെ എരിവ് കൂടിപ്പോവും. അതിൻ്റെ പേരിന് വേണമെന്നുണ്ടെങ്കിൽ അല്പം പച്ചമുളക് കൂടെ ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ലൈം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.